ഘട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു വിവാദം ഉയർന്നപ്പോൾ വിഷമം തോന്നിയിരുന്നു. അതിനകത്ത് വസ്തുതയുണ്ട് എന്ന് കൃത്യമായ വിവരങ്ങൾ വന്നപ്പോൾ താങ്കൾക്ക് വ്യക്തിപരമായി വിഷമം തോന്നിയിരുന്നോ? അല്ല, ഇത് മാധ്യമങ്ങളിൽ വന്ന ആരോപണമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതലൊരു പ്രതികരണത്തിന് ഇപ്പോൾ ഞാൻ മുതിരുന്നില്ല. വ്യക്തിപരമായ വിഷമങ്ങൾക്കോ സങ്കടങ്ങൾക്കോ അപ്പുറമൊക്കെ തന്നെ രാഷ്ട്രീയമാണല്ലോ നമ്മളൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘടനാപരമായ നിലപാടുകളും തീരുമാനങ്ങളാണല്ലോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൂർണ്ണമായ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. ശബ്ദം ആരുടേതാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയിലേക്ക് രാഹുൽ കടന്നിട്ടില്ല. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഘട്ടത്തിൽ ഒരു പ്രതികരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞങ്ങളൊരു പുതിയ കമ്മിറ്റി ചുമതലയേറ്റെടുക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ, പ്രഖ്യാപിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. മറ്റ് സഹപാഠികളെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആയിട്ട് കൂടിയാലോചിച്ച് വരും ദിവസങ്ങളിൽ മറ്റ് സംഘടനാ പരിപാടികളൊക്കെ ആയിട്ട് തീരുമാനിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ മറ്റ് കോൺട്രവേഴ്സികളിലേക്ക് വിവാദങ്ങളിലേക്കൊന്നും പ്രതികരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ സാമുദായിക സമവാക്യം ഒപ്പിച്ചാണ് താങ്കളെ അധ്യക്ഷനാക്കിയത് എന്നുള്ള വാർത്തയാണ് ഈ ഇന്നിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തോന്നിയോ? അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കില്ല. കാരണം ഞാനിതിനു മുമ്പും ഈ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ നിലവിലെ വൈസ് പ്രസിഡന്റാണ്, മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. KSUവിൻ്റെ ഭാരവാഹിത്വത്തിലും സമാനമായ രീതിയിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പോൾ പാർട്ടി എല്ലാ കാലഘട്ടത്തിലും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്നതിനപ്പുറത്തേക്ക് അത് മാത്രമാണ് പരിഗണിക്കപ്പെട്ടതെന്നോ അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നതെന്നോ കണക്കാക്കുന്നതിൽ അർത്ഥമില്ല. ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തി കോൺഗ്രസ് ഒരു രാഷ്ട്രീയമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. ആ തീരുമാനത്തിനോട് സ്വാഭാവികമായും സംഘടനാ പ്രവർത്തകരൊക്കെ തന്നെ വളരെ പോസിറ്റീവായി തന്നെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ചുള്ള വാർത്തകൾക്ക് അടിസ്ഥാനമില്ല. പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് മതസാമുദായിക ചിന്തകൾക്ക് അപ്പുറമാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. ഈ പഴയ കമ്മിറ്റിക്കെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം വയനാട് പുനരധിവാസത്തിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്തു, ആ കളക്ഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇനി കളക്ട് ചെയ്ത് കിട്ടിയ പൈസയുടെ കാര്യത്തിൽ CPM-ഉം DYFI ഒക്കെ വലിയ ആരോപണങ്ങളും വലിയ വിമർശനങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഫണ്ട് കളക്ഷൻ പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് പുതിയ അധ്യക്ഷനും പുതിയ കമ്മിറ്റിയും കടക്കുമോ? കിട്ടിയ പൈസ വെച്ച് വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കടക്കാനുള്ള ആലോചനയുണ്ടോ? അല്ല, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ പഴയ കമ്മിറ്റിയുടെ കൂടി ഭാഗമാണ്. അപ്പോൾ ആ കമ്മിറ്റിയുടെ കളക്ഷനിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങളെല്ലാവരും ഒരുപോലെ തന്നെ ഉത്തരവാദിത്വമുള്ള ആളുകളുമാണ്. അന്നത് പ്രഖ്യാപിക്കപ്പെട്ടു. അതുകൊണ്ട് പുതിയ കമ്മിറ്റി വന്ന പ്രഖ്യാപനം ഇല്ലാതെ പോകുന്നില്ല. സംഘടന എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയുണ്ട്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് യൂത്ത് കോൺഗ്രസ് പൂർത്തീകരിക്കും. അത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വവും ഞങ്ങളുടെ ആ ജനങ്ങളോടുള്ള ഒരു കടമയുമാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഫണ്ട് കളക്ഷനിൽ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെട്ട തുകയെ സംബന്ധിച്ചൊക്കെ തന്നെ വിവാദങ്ങൾ വന്ന സമയത്ത് തന്നെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് കൈമാറിയിട്ടാണ് ഞങ്ങൾ അതിനോട് പ്രതികരിച്ചത്. ₹1 പോലും വയനാട് കളക്ഷൻ ആരംഭിച്ചതിന് ശേഷം ആ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങളെ സംസ്ഥാന കമ്മിറ്റി ₹1 പോലും വിഡ്രോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇനിയും ഞങ്ങൾക്ക് അതിനകത്ത് ഞങ്ങളുടെ വിവിധ സംഘടനാ ഘടകങ്ങളിലൂടെ സമാഹരിക്കാൻ സാധിക്കും. അതിനപ്പുറം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും. ജനീഷ്, അവസാനമായി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ പാലിയേക്കര കേസ് നമുക്കറിയാം ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ കേസിലെ ഹർജിക്കാരിൽ ഒരാൾ കൂടിയാണ് ജനീഷ്. അതെ, പാലിയേക്കരയിലേത് ഒരു വലിയ ഒരു കൊള്ളയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുറേയേറെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു ടോൾ കളക്ഷൻ സംവിധാനത്തിൽ അതിലൂടെ കടന്നു പോകുന്ന ജനങ്ങൾ മുഴുവൻ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരുപാട് സമരങ്ങൾ ഞങ്ങളവിടെ നടത്തി. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നിരന്തരമായി ഒരുപാട് സമരങ്ങൾ ഞങ്ങളവിടെ നടത്തുകയുണ്ടായിരുന്നു. അവിടെ അനുബന്ധമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മറ്റ് കരാറിൽ പറയപ്പെടുന്ന മറ്റു കാര്യങ്ങൾ ഒരുക്കുന്നതിലൊക്കെ ആ കമ്പനികൾ പരാജയപ്പെടുന്ന ഘട്ടത്തിൽ ഒരുപാട് സമരങ്ങൾ നടത്തി. പക്ഷേ സമരങ്ങൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയ ഘട്ടത്തിലാണ് നിയമപരമായി കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന് പ്രതികരിച്ച് ഞാൻ ഒരു ഹൈക്കോടതിയിലേക്ക് ഒരു റിട്ട് കൊടുക്കാൻ വേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസഫ് ടാജറ്റിൻ്റെയും അതോടൊപ്പം തന്നെ KPCC സെക്രട്ടറി ശ്രീ ഷാജി കോടങ്കണ്ടത്തിൻ്റെയും റിട്ട് ഹർജികളും മറ്റ് 2 പേരുടെ റിട്ട് ഹർജികൾ കൂടി സ്വാഭാവികമായി ഹൈക്കോടതിക്ക് മുമ്പാകെ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളെല്ലാം വളരെ പ്രതീക്ഷയുള്ള വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത്, സമയം ചെലവഴിച്ച് ആളുകൾ റോഡിൽ കിടക്കുന്നു, പണം ചെലവഴിച്ച് വീണ്ടും ടോൾ കൊടുക്കുന്നു, ഇന്ധന നഷ്ടമുണ്ടാകുന്നു, സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു, സമയനഷ്ടമുണ്ടാകുന്നു, പിന്നെയും എന്തിനാണ് പണം കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ അനുഭവപൂർണ്ണമായൊരു നടപടി ഉണ്ടായി. സുപ്രീം കോടതി അതിനെ ശരിവെച്ചു. ഇപ്പോഴും പാലിയേക്കരയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സന്തോഷം, പാലിയേക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോഴും ആ ടോൾ കൊള്ള അവിടെ ഹൈക്കോടതി നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. കഴിഞ്ഞ ദിവസം
അവിടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ പേരിൽ വാഹനാപകടത്തിൽ ഒരു സ്ത്രീ മരണപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. കൊരട്ടയിൽ ഡ്രെയിനേജിലേക്ക് വീണ് കൈയൊടിഞ്ഞ ആളുണ്ട്, കാലിന് പരിക്കേറ്റ ആളുകളുണ്ട്. അപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വലിയ പോരായ്മയുണ്ട്. ഉപകമ്പനിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇവരിതിനെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ കമ്പനിയും PST എന്ന് പറയുന്ന ആ കമ്പനി ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വലിയ വിവാദങ്ങളാണ്. അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ക്വാളിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അവർക്കെതിരെ കൂടി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ ജനീഷ്, കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം എന്നുള്ളത് ചെറിയൊരു പദവിയല്ല. പ്രത്യേകിച്ചും 2 ഇലക്ഷനിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എപ്പോഴും മീഡിയയ്ക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരാൾ കൂടിയാണ്. ഇന്നലെ മുതൽ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ താങ്കളെ തിരയുന്നുണ്ടാകണം. അപ്പോൾ ജനീഷിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയങ്ങളാണ് കടന്നു വരുന്നത്. അത്രയും അപ്പോൾ എങ്ങനെയാണ് കടന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ജനീഷ് പറഞ്ഞു കഴിഞ്ഞു. കുടുംബ സാഹചര്യം എങ്ങനെയാണ്, കുടുംബവിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്, പഠനമൊക്കെ എങ്ങനെയാണ്, വളരെ വേഗത്തിലൊന്ന് ഒരു പ്രൊഫൈൽ കൂടെ ഒന്ന് പറഞ്ഞു. ഞാൻ KSU പ്രവർത്തനമായി കടന്നു വരുന്നത് ഞാൻ പോളിടെക്നിക് വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ് പോളിടെക്നിക്കിൽ പെരുമ്പാവൂർ കൂപ്പടി പോളിടെക്നിക്കിലാണ് പൂർത്തീകരിച്ചത്. ആ കാലഘട്ടത്തിലാണ് KSUവിൻ്റെ നേതൃരംഗത്തേക്ക് തുടക്കം വയ്ക്കുന്നത്. പിന്നീട് ആണ് ലോ കോളേജിൽ ചേരുന്നത്. ലോ കോളേജിൽ നിന്ന് തൃശ്ശൂർ ലോ കോളേജിൽ നിന്നാണ് LLB പൂർത്തീകരിച്ചത്. ആ കാലഘട്ടത്തിൽ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ഒരു ദിവസം ഇരിക്കാനും സാധിച്ചു. ഒരു ദിവസമാണ് ആ കമ്മിറ്റി ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി, ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റായി അങ്ങനെ മുന്നോട്ട് പോകുന്നു. സംഘടനാ രംഗത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിൽക്കാൻ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള സാന്നിധ്യം വളരെ കുറവായിരുന്നു. സംഘടനാ പരിപാടികളിലൂടെ നിങ്ങളുടെ അല്ലാതെയുള്ള മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള സാന്നിധ്യം വളരെ കുറവായിരുന്നു. എനിക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ളത് പൊതുയോഗങ്ങളും അതോടൊപ്പം തന്നെ സംഘടനാ പരിപാടികളിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ പരിചിതമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ കൂടി സംഘടന ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അവിടെ തെരുവിലും ഉണ്ടാകും, നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. എല്ലാ ഘട്ടത്തിലും നമുക്ക് സംസാരിച്ച് മുന്നോട്ട് പോകാം.